ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അമ്മ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എഗ്ഗ് കറി റെസിപ്പി ആയിട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെ നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ചെറുതായിട്ട് കട്ട് ചെയ്തുള്ള തക്കാളി, പിന്നെ സബോള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില. നമ്മളിത് കുക്കറിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ കുക്കർ അടുപ്പത്ത് വെച്ച് നമുക്ക് കുക്കർ ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ എണ്ണ ചൂടായി വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ ഉള്ളി പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഏകദേശം ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ലേശം ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിടാം. പൊടികളൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇടാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച എഗ്ഗ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കുക കേട്ടോ. ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു വിസിലാവുമ്പോൾ തുറക്കാം കേട്ടോ. ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്കത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു വിസിലിന് വന്നിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. തേങ്ങാപ്പാൽ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഉപ്പ് ഒന്നുകൂടി നോക്കിയിട്ട് നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി കറിവേപ്പിലയും കൂടി ഇട്ടാൽ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കറിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത്. ബൈ.